നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആദ്യ ശിക്ഷ നെല്ലിശ്ശേരിയിൽ നിന്ന്. അത് കഴിഞ്ഞ് നിയമം വഴി കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. ഐ വാ, നല്ല തന്റെ ഇടം. പക്ഷേ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാ, ഈ തന്റെ ഇടവും ധൈര്യവും കൂടിയാലും പ്രശ്ന. എല്ലാം ഇതുപോലെ എല്ലാവരെയും അറിയിക്കാൻ ഇടയ്ക്കിടയ്ക്ക് തോന്നും. ആ തോന്നൽ എന്നെ പോലുള്ളവർക്ക് അപകടം ഉണ്ടാക്കും. ഇതിപ്പോ എന്നേക്കാൾ കൂടുതൽ നിനക്കറിയാലോ. അർച്ചന എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയുന്നു പറഞ്ഞിട്ടും അന്ന് ചെറുതായി പോലും ഞാൻ ഞെട്ടാത്തതും ഒന്നും പതറാത്തതും എന്താണെന്നറിയോ? നീ ഒന്നും ആരോടും പറയില്ലെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ. എല്ലാം നഷ്ടപ്പെടുമെന്ന് ഉറപ്പുണ്ടായിട്ടും ഇനിയുള്ള ജീവിതം ഇരുമഴിക്കുള്ളിലാവുമെന്ന് ബോധ്യമായിട്ടും ഒരു തരുമ്പിന് പോലും പേടിയില്ലാതെയുള്ള ഈ വർത്തമാനാണ് എനിക്ക് മനസ്സിലാവാത്തത്. നീ പിന്നെ എന്ത് കരുതി? നിന്റെ മുമ്പിൽ എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് കുമ്പസരിച്ചിട്ട് ഞാൻ മാലാഖയായിരുന്നോ? ദേഷ്യം മനസ്സിലൊളിപ്പിച്ച് സ്നേഹം നടിച്ച് നിന്റെ തോളിൽ കൈയിടുമ്പോഴൊക്കെ ആ കൈ കഴുത്തിലൂടെ ഇട്ട് മുറുകെ പിടിക്കണമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു പലപ്പോഴും. ഞാൻ നന്നാവുന്നതും മര്യാദയ്ക്ക് ജീവിക്കുന്നതും ഒക്കെ ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം. അത് സന്ധ്യയെ കൊല്ലാൻ നോക്കിയതിനും മാനേജറുടെ കാര്യത്തിനൊന്നും അല്ല. നെല്ലിശ്ശേരിയിലെ നീ അടക്കമുള്ള എന്റെ ശത്രുക്കളെ വകവരുത്തിയിട്ട്. അതിനു മുമ്പ് നീ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അത് നിങ്ങളുടെ ആത്മവിശ്വാസം മാത്രം. ഞാൻ ഇവിടുന്ന് നെല്ലിശ്ശേരിയിലേക്ക് എത്തുന്ന സമയം മാത്രമേ ഉള്ളൂ ആ ആത്മവിശ്വാസത്തിന്. നാളെ ഈ സമയത്ത് അവന്തികയും അനിയത്തി അനക്കയും നെല്ലിശ്ശേരി വീട്ടിലുണ്ടാവില്ല. അതാണ് എന്റെ ആത്മവിശ്വാസം. അതിനുള്ളതെല്ലാം എനിക്ക് തെളിവായി കിട്ടിയിട്ടുണ്ട്. അന്നത്തെ പോലെ സന്ദർഭം മാറ്റിമറിക്കാനും ചെറിയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് സ്വയം ശിക്ഷ ഏറ്റുവാങ്ങാനും ഇനി ഞാൻ സമ്മതിക്കില്ല. അല്ല, നീ പറയുന്നുണ്ടല്ലോ. ആരോടാ നീ പറയാൻ പോന്നെ? നെല്ലിശ്ശേരിയിലെ ജഡ്ജി സേതുമാധവനോടോ? അതോ നിന്റെ ഭർത്താവ് ഉൾപ്പെടെയുള്ള അയാളുടെ മക്കളോടോ? ആരോടായാലും എനിക്ക് വിരോധമില്ല. നിനക്കതൊന്നും ആരോടും പറയാൻ പറ്റില്ല. കാരണം നീ ഇപ്പൊ ചെല്ലാൻ പോകുന്നത് നെല്ലിശ്ശേരി എന്ന മരണ വീട്ടിലേക്കാ. നീ അവിടെ എത്തുന്നതിന് മുമ്പ് സേതുമാധവന്റെ ശ്വാസം മുകളിലേക്ക് പോവും. അതിനുള്ളതെല്ലാം ചെയ്തു വെച്ചിട്ടാ ഞാൻ ഈ ആത്മവിശ്വാസത്തിൽ നിൽക്കുന്നത്. ഇന്ന് സേതുമാധവന് മരുന്നെടുത്ത് കൊടുക്കുന്നതും ഇൻസുലിൻ എടുക്കുന്നതുവേ അനഘയാ. അനഘ സിറിഞ്ചിൽ നിറയ്ക്കുന്നത് ഇൻസുലിൻ അല്ല. അയാളെ എല്ലാ രോഗത്തിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള വിഷം. നീയെല്ലാം പറയാനായിട്ട് അയാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അനഘ അയാളെ മുകളിലോട്ട് പറഞ്ഞുവിട്ട് കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ വെച്ച് നീ തീരുമാനം മാറ്റണം. ഒന്നുകൂടി നീ അറിഞ്ഞോ, ആ മാനേജർ വിജയെ കൊന്നത് ഞാൻ തന്നെ. അവൻ പണ്ടേ എനിക്കൊരു ബാധ്യതയായിരുന്നു. ആ ബാധ്യത ഞാനങ്ങ് തീർത്തു. നീ ഈ കാര്യമൊന്നും ആരോടും പറയാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. ഒന്നും നടന്നില്ലെങ്കിൽ നീ എല്ലാം പറഞ്ഞു തരുന്നതിന് മുമ്പ് ഏത് വിധേന ഞാൻ അയാളെ കൊല്ലും. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ, കൊല്ലുന്ന് ഞാൻ വെറുതെ പറയുന്നതല്ലാന്ന്. അതുകൊണ്ട് നീ നിന്റെ കാര്യം നോക്കി ജീവിക്ക. നല്ല വഴിയിലൂടെ മാത്രം നടക്ക്. എന്റെ വഴി കൊല്ലും കൊലയും രക്തവും ഒക്കെ നിറഞ്ഞതാ. അത് നിനക്ക് പരിചയമില്ലാത്ത വഴിയാ.
അതുകൊണ്ട് നീ ആലോചിക്ക് എന്ത് വേണം. എനിക്കൊന്നേ പറയാനുള്ളൂ, അബദ്ധം കാണിച്ച് നീ ആ സേതുമാധവനെ മക്കളെ കൊല്ലരുത്. എന്റെ എന്തെങ്കിലും കാര്യം അവിടെ ആരെങ്കിലും അറിയുന്ന നിമിഷം ഞാൻ പിന്നീട് എപ്പോഴോ ചെയ്യാനിരിക്കുന്ന കാര്യം ഇപ്പൊ ചെയ്യേണ്ടി വരും. അതിന്റെ അവസാനം നിനക്ക് നല്ലൊരു പേര് കിട്ടും, വിധവ. വിധവയായിട്ട് അധിക സമയം നിനക്ക് ജീവിക്കേണ്ടി വരില്ല. അതിനു മുമ്പേ നിന്നെ ഞാനങ്ങ് പറഞ്ഞു വിടും. അതുകൊണ്ട് എടുത്തു ചാടി നീ ഒന്നും ചെയ്യല്ലേ അർച്ചന. ഈ താലി നീ കുറച്ചു നാളൂടി ഇട്ട് നടക്ക്. എന്നാ അവന്തികടത്തി പോട്ടെ. ഒരു ഓട്ടോ വിളിച്ച് പതുക്കെ അങ്ങ് വന്നാ മതി. ഇനിയിപ്പൊ വെപ്രാളപ്പെട്ട് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. വിവാഹ തലേന്ന് വരെ ആതിര ആരെ വേണമെങ്കിലും പ്രേമിച്ചോട്ടെ. എനിക്കതിൽ യാതൊരുവിധ പരാതിയോ വിഷമോ ഇല്ല. അല്ലെങ്കിൽ തന്നെ ഇക്കാലത്ത് മിനിമം ഒരു പ്രേമൊക്കെ ഇല്ലാത്ത കുട്ടികളുണ്ടോ? അതുകൊണ്ട് അവൾ ആരെ സ്നേഹിച്ചാലും ഞാൻ അതങ്ങ് സഹിച്ചു. പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് കരുതിയാ നിന്നോടിത് നേരിട്ട് വന്ന് പറയാന്ന് കരുതിയത്. നിന്റെ ആറ്റിറ്റ്യൂഡ് ഇതാണെങ്കിൽ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. ബാക്കി ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ആളിയൻ എന്തിനാ ഭാര്യയുടെ തരണമന്ത്രം കേട്ട് ഈ വള്ളി കേസൊക്കെ പിടിക്കുന്നത്? എന്തെല്ലാം വേറെ കാര്യങ്ങളുണ്ട്. 2 പൈതങ്ങളുടെ പ്രണയകാവ്യവും പറഞ്ഞ് ഇനി എന്റെ മുന്നിൽ വന്ന് സ്വയം ചെറുതാവരുത്. അങ്ങനെ പെണ്ണുങ്ങളുടെ വാക്കേട്ട് നടക്കുന്ന വെറും പെണ്ണാളനായിട്ട് മാറരുത്. ഇടളിയ എന്റെ കരണം പോകുന്ന തരത്തിൽ എനിക്കിട്ടൊരെണ്ണം കിട്ടിയിട്ടും ഞാനൊന്നും ചെയ്യാതിരിക്കുന്നതും ഒരു ദേഷ്യം പോലും കാണിക്കാതിരിക്കുന്നത് എന്താണെന്നറിയോ? ഇതൊരു പൊതുസ്ഥലം. ദയാനന്ദ മാഷിന്റെ മരുമക്കൾ ഇവിടെ കിടന്ന് തല്ലുണ്ടാക്കുന്നെന്ന് പറഞ്ഞാൽ അത് ആ വലിയ മനുഷ്യന് നാണക്കേടാ. അത് ഇങ്ങോട്ട് കിട്ടിയാലും അങ്ങോട്ട് കിട്ടിയാലും അങ്ങനെ തന്നെ. ഞാൻ പറഞ്ഞില്ലേ, ആതിരെ എനിക്ക് വലിയ ഇഷ്ടം. സച്ചിദാനന്ദൻ അർച്ചനയെ സ്നേഹിക്കുന്ന പോലെ അജയൻ ആതിരയും സ്നേഹിക്കുന്നുണ്ട്. വിമാനത്തിൽ കൊണ്ടുപോയി താജ്മഹൽ കാണിക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കും. അതിനിടയിൽ കുത്തിത്തിരിപ്പ് വാർത്താനായിട്ട് വരാതെ പൊന്നളയും ചെല്ല്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.